ചൊല്ലിച്ചല്ലോ. ചക്കിപ്പൂച്ച ചക്കിപ്പൂച്ച കിലുകിലെ വരുന്നുണ്ടേ, ചാടി ചാടി വരുന്നുണ്ടേ, വാലാട്ടിച്ചിരിക്കുന്നുണ്ടേ. ചക്കിപ്പൂച്ച ചക്കിപ്പൂച്ച കിലുകിലെ വരുന്നുണ്ടേ, ചാടി ചാടി വരുന്നുണ്ടേ, വാലാട്ടിച്ചിരിക്കുന്നുണ്ടേ. ഓടി ഓടി കളിക്കുമ്പോൾ ഡുന്ന് വീണല്ലോ, കില്ലു കില്ലെ ചിരിച്ചല്ലോ. ചക്കിപ്പൂച്ച മിടുക്കിയാണല്ലോ. ചക്കിപ്പൂച്ച ചക്കിപ്പൂച്ച കിലുകിലെ വരുന്നുണ്ടേ, ചാടി ചാടി വരുന്നുണ്ടേ, വാലാട്ടിച്ചിരിക്കുന്നുണ്ടേ. ചക്കിപ്പൂച്ച ചക്കിപ്പൂച്ച കിലുകിലെ വരുന്നുണ്ടേ, ചാടി ചാടി വരുന്നുണ്ടേ, വാലാട്ടിച്ചിരിക്കുന്നുണ്ടേ. ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് ചിന്നു. ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ട് ശാന്തമായ ഒരു കാട്ടിൽ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം ഒരു ഭീകരസിംഹം കാട്ടിലെത്തി. അവൻ അഹങ്കാരിയും ശക്തനും സർവോപരി മറ്റു മൃഗങ്ങളെ ആക്രമിക്കുന്നവനുമായിരുന്നു. മൃഗങ്ങൾ പേടിച്ചു വിറച്ചു. എല്ലാവരെയും വേട്ടയാടി പിടിക്കാതിരിക്കാൻ മറ്റെല്ലാ മൃഗങ്ങളും ചേർന്ന് ഒരു കരാറുണ്ടാക്കി. ഓരോ ദിവസവും ഒരാൾ മാത്രം സിംഹത്തിന് ഭക്ഷണമായി പോകും. കാട് ഭയം കൊണ്ട് വിറച്ചു. ഒരു ദിവസം അവസരം ഒരു കുഞ്ഞു മുയലിനു വന്നു. പാവം കുഞ്ഞുമുയൽ. എന്നാൽ ബുദ്ധിമാനായ കുഞ്ഞുമുയൽ ഒരു പദ്ധതിയിട്ടു. അവൻ സമയമെടുത്ത് പതുക്കെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുഞ്ഞുമുയൽ സിംഹത്തിന്റെ മടയിലെത്തി. സിംഹം ദേഷ്യത്തോടെ കുഞ്ഞുമുയലിനെ നോക്കി. പക്ഷേ മുയൽ ശാന്തനായി. മുയൽ ഒരു കഥ പറഞ്ഞു. വഴിയിൽ വെച്ച് മറ്റൊരു സിംഹം തന്നെ തടയാൻ ശ്രമിച്ചുവെന്ന് അവൻ സിംഹത്തോട് പറഞ്ഞു. അവൻ തന്നെയാണ് കാട്ടിലെ യഥാർത്ഥ രാജാവെന്ന് അവകാശപ്പെട്ടു. സിംഹം കോപത്തോടെ, ആ വെല്ലുവിളിക്കാരനെ എനിക്ക് കാണണം. അങ്ങനെ സിംഹവും മുയലും കൂടി കാട്ടിലൂടെ നടന്നു. ഇടയ്ക്ക് വഴിമാറി അകത്തേക്ക് പോയി. അവസാനം മുയൽ സിംഹത്തെ ഒരു ആഴമുള്ള കിണറ്റിലേക്ക് കൊണ്ടുപോയി. സിംഹം അകത്തു നോക്കിയപ്പോൾ വെള്ളത്തിൽ തണ്ട് തന്നെ പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അഹങ്കാരിയായ സിംഹം ഗർജിച്ചു കിണറ്റിലേക്ക് എടുത്തു ചാടി. പക്ഷേ അവൻ ആഴത്തിലേക്ക് വീണു. പുറത്തു വരാൻ കഴിഞ്ഞതേയില്ല. കാട്ടിലെ മൃഗങ്ങളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ബുദ്ധിമാനായ മുയൽ അവരെ രക്ഷിച്ചു. പിന്നീടുള്ള കാലം മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിച്ചു. എൻ്റെ കഥകൾ ഇഷ്ടമായോ കൂട്ടുകാരെ? ഇനി ഞാൻ ഒരു പുതിയ കഥയുമായി വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സന്തോഷകരമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. Twinkle, twinkle, twinkle little star, and oh ആകാശത്തിക്കാ. Twinkle, twinkle, twinkle little star, and a കാക്കാടിടാക്കാ. കാക്കച്ചാരെ എന്താണീ കൊത്തി പറക്കുന്നേ, മരത്തിനെ ചുറ്റി കറങ്ങുന്നേ, കാക്ക പാട്ടു പാടുന്നേ. കാക്കച്ചാരെ മിടുക്കനാണല്ലോ നീ, ചിറകുകൾ വീശി പാറി പറന്ന് ആകാശത്ത് നീന്തി നീ. കാക്കച്ചാരെ മിടുക്കനാണല്ലോ നീ, ചിറകുകൾ വീശി പാറി പറന്ന് ആകാശത്ത് നീന്തി നീ. അറിയുണ്ടോ പഴമുണ്ടോ കൊക്കിൽ നിറയെ കൊണ്ടുപോരുന്നു, കുഞ്ഞിക്കൂടിനരികിൽ ചെന്ന് കുട്ടികൾക്ക് നീ കൊടുക്കുന്നു. കാക്കച്ചാരെ മിടുക്കനാണല്ലോ നീ, ചിറകുകൾ വീശി പാറി പറന്ന് ആകാശത്ത് നീന്തി നീ. ഒരു കൊമ്പിലിരുന്നീ ചിമ്മുന്നു, മറ്റൊരു കൊമ്പിൽ ചാടി നീ കളിക്കുന്നു. രാവിലെ ഉണർത്തി നീ കൂവുന്നു, നല്ലൊരു കൂട്ടുകാരൻ നീ. ഒരു കൊമ്പിലിരുന്നീ ചിമ്മുന്നു, മറ്റൊരു കൊമ്പിൽ ചാടി നീ കളിക്കുന്നു. രാവിലെ ഉണർത്തി നീ കൂവുന്നു, നല്ലൊരു കൂട്ടുകാരൻ നീ. കാക്കച്ചാരെ മിടുക്കനാണല്ലോ നീ, ചിറകുകൾ വീശി പാറി പറന്ന് ആകാശത്ത് നീന്തി നീ. കാക്കച്ചാരെ മിടുക്കനാണല്ലോ നീ, ചിറകുകൾ വീശി പാറി പറന്ന് ആകാശത്ത് നീന്തി നീ. Twinkle, 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 and a sound when the way gosh,
ഓമന കാക്ക പീരാക്ക. ലോകത്തിന്റെ ഒരു കൊച്ചുകോണിൽ മേഘങ്ങൾ പഞ്ചസാര മിഠായി പോലെ മൃദുലമായ ഒരു നാട്. അവിടെ നമ്മുടെ കുഞ്ഞു ഗണപതി. അവന് ദയയുള്ള ഒരു ആനയുടെ മുഖവും തിളങ്ങുന്ന വലിയ കണ്ണുകളും മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ട വയറും ഉണ്ടായിരുന്നു. അവൻ തന്റെ സ്നേഹമുള്ള മാതാപിതാക്കളായ ശിവഭഗവാനോടും പാർവതി ദേവിയോടും ഒപ്പം സംഗീതവും മാന്ത്രികതയും ഒത്തിരി സന്തോഷങ്ങളും നിറഞ്ഞ ഒരു വീട്ടിൽ താമസിച്ചു. ഇന്ന് ഒരു രുചികരമായ ദിവസമാണല്ലോ. ഒരു ഉച്ചയ്ക്ക് ഗണപതി പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. ചിറകുള്ള ആഭരണങ്ങൾ പോലെ പൂമ്പാറ്റകൾ പാറിപ്പറന്നു. അപ്പോഴാണ് എന്റെ വയറ് സംസാരിക്കുന്നു. പക്ഷെ അതിനെന്താ വേണ്ടത്? ആഹാ, ഒരു മാമ്പഴം, ഒരു വലിയ നീരുള്ള മാമ്പഴം. പെട്ടെന്ന് അവനൊരു കാര്യം ഓർമ്മ വന്നു. അകലെ മഴവിൽക്കാട്ടിൽ എല്ലാ പഴങ്ങളെക്കാളും മധുരമുള്ള ഫലങ്ങൾ വളരുന്നു. മൂഷിക, നമുക്ക് മാന്ത്രിക മാമ്പഴങ്ങൾ കണ്ടെത്താൻ പോകാം. അവർ ഒരുമിച്ച് മാന്ത്രിക പുൽമേടുകളിലൂടെ യാത്ര ചെയ്തു. അവർ കടന്നു പോകുമ്പോൾ പൂക്കൾ കിലുകിലാ ചിരിച്ചു. വേഗം മൂഷിക, നമ്മൾ ഒരു മധുര ദൗത്യത്തിലാണ്. കാലുകളുള്ള മേഘങ്ങളെ പോലെ തോന്നിക്കുന്ന രോമമുള്ള ആടുകളെ നോക്കി അവർ കൈവീശി. പക്ഷെ പെട്ടെന്ന് ഒരു വലിയ പർവ്വതം, ഒരു ഉറങ്ങുന്ന വ്യാലിയെ പോലെ അത് തല ഉയർത്തി നിന്നു. ഇതെങ്ങനെ കടന്നുപോകും? അവൻ കണ്ണുകൾ അടച്ചു. മാന്ത്രിക മണിനാദം തന്റെ തുമ്പിക്കൈ ഒന്നാട്ടി. ഒപ്പം പുഫ്! അതിനു മുകളിലൂടെ ചവിട്ടാൻ മാത്രം അവൻ വലുതായി. അവ്വാവ്! മറുഭാഗത്ത് ഒരു മഴവിൽ നിറമുള്ള പൂന്തോട്ടം. പഴവൃക്ഷങ്ങൾ നിധി പെട്ടി പോലെ തിളങ്ങി. അപ്പോഴാണ് അവൻ അവയെ കണ്ടത്. പൊന്മാമ്പഴങ്ങൾ, വലുതും തിളക്കമുള്ളതും മധുരഗന്ധമുള്ളതുമായ മാമ്പഴങ്ങൾ. മാമ്പഴം! അവൻ ഏറ്റവും പഴുത്ത മാമ്പഴങ്ങൾ പറിച്ചു. ആദ്യ മാമ്പഴം മൂഷികനുമായി പങ്കിട്ടു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ മാമ്പഴങ്ങളും കഴിച്ച് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. നീ അവയെ കണ്ടെത്തിയല്ലോ എന്റെ ഓമനക്കുട്ട. നീ അവ പങ്കുവെക്കുകയും ചെയ്തു. അത് ഇതിലും മധുരമുള്ളതാക്കി. സാഹസികതയും മാമ്പഴങ്ങളും. ഇന്നത്തെ ദിവസം നന്നായി. ധൈര്യമുള്ള മനസ്സുണ്ടെങ്കിൽ, സഹായിക്കാൻ നല്ലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ ഏറ്റവും വലിയ മലകളും കടന്നു പോകാം. ഏറ്റവും മധുരമുള്ള സമ്മാനങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് കൂടുതൽ മധുരമാകുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ നല്ല മധുര മാമ്പഴം തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. നമ്മുടെ മാവേലി തമ്പുരാന്റെ
ചുവപ്പാണല്ലോ ആപ്പിൾ പഴം, പച്ചയാണല്ലോ തത്തമ്മ കിളി, മഞ്ഞയാണല്ലോ സൂര്യൻ ചേട്ടൻ, നീലയാണല്ലോ കടലിന്റെ നിറം. വർണ്ണങ്ങൾ വർണ്ണങ്ങൾ എൻ ലോകം നിറയുന്നു. പാടാം കളിക്കാം വർണ്ണങ്ങൾ കാണാം. വർണ്ണങ്ങൾ വർണ്ണങ്ങൾ എൻ ലോകം നിറയുന്നു. പാടാം കളിക്കാം വർണ്ണങ്ങൾ കാണാം. ഓറഞ്ചാണല്ലോ ഓറഞ്ച് പഴം, പിങ്കാണല്ലോ പൂവിന്റെ ഭംഗി. കറുപ്പാണല്ലോ കാക്കച്ചിക്ക്, വെളുപ്പാണല്ലോ മഞ്ഞിൻ കൂട്ടം. വർണ്ണങ്ങൾ വർണ്ണങ്ങൾ എൻ ലോകം നിറയുന്നു. പാടാം കളിക്കാം വർണ്ണങ്ങൾ കാണാം. ഹലോ കൂട്ടുകാരെ, എന്റെ പേര് ജെമിനി. എനിക്കൊരു കഥ പറയാനുണ്ട് നിങ്ങളോട്. അതെന്റെ കുഞ്ഞു പൂച്ചക്കുട്ടി നിമോയെ കുറിച്ചാണ്. അവരൊരു സാധാരണ പൂച്ചക്കുട്ടിയെ പോലെ തന്നെയാണ്. പക്ഷേ അവനിൽ അതിലുപരി എന്തോ ഉണ്ട്. ഒരു ദിവസം എന്റെ പട്ടം മരത്തിൽ കുടുങ്ങി. എന്നേക്കാൾ ഉയരത്തിലായിരുന്നു, എന്റെ അച്ഛനേക്കാളും ഉയരത്തിലായിരുന്നു. ഒരു പക്ഷേ അത് നിമോക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അവൻ തന്റെ വാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കി. നിമോ നിമോ ഊഷ്! ഏതൊരു പൂച്ചക്കുട്ടിയും ചാടിയതിനേക്കാൾ ഉയരത്തിൽ നിമോ ചാടി. എന്നാൽ അവനൊന്നും സംഭവിച്ചില്ലെന്ന പോലെ താഴെ വീണു. നിമോ, നീ ഒരു സാധാരണ പൂച്ചയല്ല. അങ്ങനെ അവൻ വീണ്ടും ചാടി. ഈ പ്രാവശ്യം അവൻ ആ പട്ടം ചാടിയെടുത്തു തന്നു. നിമോ, നീ അത്ഭുതകരമാണ്. നിമോ നിമോ മ്യാവ് മ്യാവ്. അവന് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. അതിനുശേഷം അവനെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ ഡസ്റ്റ് ബണ്ണികളെ പിന്തുടരുന്ന വേഗം. ഒരു നിമിഷം അവിടെ പൂഫ്, അവശേഷിച്ചതൊന്നുമില്ല. പർ പർ. ഞാൻ അവനെ ഒരു സൂപ്പർ ഹീറോ ആയി വരച്ചു. സൂപ്പർ ഹീറോ നിമോ. അവനത് ഇഷ്ടമില്ലാത്തതായി നടിച്ചു. പക്ഷേ അവന്റെ മീശകൾ വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദിവസം വാർത്തയിൽ ഒരു സ്ത്രീ കരയുന്നത് കേട്ടു. അവളുടെ പേഴ്സ് മോഷണം പോയി. ഞാൻ നിമോയെ നോക്കി. നിമോ, നീ അവരെ സഹായിക്കണം. ആ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. കേപ്പ് ധരിച്ച നിമോ കള്ളനോട് നേരിട്ട് സ്വിഷ്! അവൻ വളരെ വേഗത്തിൽ പറന്നെത്തി പേഴ്സ് തട്ടിയെടുത്തു. കള്ളനൊന്നും കാണാനായില്ല. പേഴ്സ് സുരക്ഷിതമായി നിമോയുടെ കൈകളിൽ. വാവ്! അടുത്ത ദിവസം ഞാൻ സന്തോഷത്തോടെ ഉണർന്നു. അത് സ്വപ്നമായിരുന്നോ? എന്നാൽ അന്നത്തെ പത്രത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടു: കാണാതായ പേഴ്സ് അത്ഭുതകരമായി തിരികെ ലഭിച്ചിരിക്കുന്നു. ഞാൻ നിമോയെ നോക്കി. അത് ശരിക്കും ഒരു സ്വപ്നം മാത്രമായിരുന്നോ? അവൻ കൈകാലുകൾ നക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ പുഞ്ചിരിക്കുന്നതായി എനിക്ക് തോന്നി. ഇതാണെന്റെ നിമോയുടെ കഥ. ബൈ ബൈ കൂട്ടുകാരെ.
കുഞ്ഞിനൊരു കൊച്ചമളിപ്പട്ടി കാച്ചി വച്ച ചൂടുപാല് ഓടിച്ചെന്നു നക്കി കൊച്ചുനാവ് പൊള്ളിയപ്പോൾ കൊച്ചു പൂച്ച കേണു മ്യാവൂ 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 കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളിപ്പട്ടി കാച്ചി വച്ച ചൂടുപാല് ഓടിച്ചെന്നു നക്കി കൊച്ചുനാവ് പൊള്ളിയപ്പോൾ കൊച്ചു പൂച്ച കേണു മ്യാവൂ 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 കൊച്ചുപൂച്ച കുഞ്ഞിനൊരു കൊച്ചമളിപ്പട്ടി കാച്ചി വച്ച ചൂടുപാല് ഓടിച്ചെന്ന് നക്കി കൊച്ചുനാവ് പൊള്ളിയപ്പോൾ കൊച്ചു പൂച്ച കേണു മ്യാവൂ 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 കൊച്ചുപൂച്ച കുഞ്ഞിനൊരു കൊച്ചമളിപ്പട്ടി കാച്ചി വച്ച ചൂടുപാല് ഓടിച്ചെന്നു നക്കി കൊച്ചുനാവ് പൊള്ളിയപ്പോൾ കൊച്ചു പൂച്ച കേണു മ്യാവൂ 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 കൊച്ചുപൂച്ച കുഞ്ഞിനൊരു